ഹായ് ഓൾ. ഈ പ്രായമുള്ള ആൾക്കാർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ, അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇത്തിരി ഒച്ചത്തിൽ സംസാരിക്കാമോ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊരു ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് ആണ്. ഈ ഹിയറിംഗ് ലോസിനെ വിളിക്കുന്നതാണ് പ്രസ്ബയോക്കൂസിസ് അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് ഹിയറിംഗ് ലോസ്. ഈ ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസിൽ നമ്മൾ പറയുന്ന സംസാരം അവർക്ക് കേൾക്കാൻ പറ്റും, പക്ഷെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് സ്പീച്ച് ക്യാൻ ബി ഹേർഡ് ബട്ട് നോട്ട് ക്ലിയർലി ഹേർഡ്. അവരുടെ വേറൊരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് ചെവിയിൽ മൂളിച്ച കേൾക്കുന്നതാണ്. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ചെവിനെ നമുക്ക് 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ. ഇന്നർ ഇയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉള്ളിലുള്ള ഭാഗം. ഈ ഇന്നർ ഇയറിന്റെ അകത്ത് ചെറിയ മുടിനാരിന്റെ സൈസിലുള്ള ഹെയർ സെൽസ് എന്ന് പറഞ്ഞ സെൽസ് ഉണ്ട്. ഈ ഇന്നർ ഇയറിന്റെ ഹെയർ സെൽസ് ഓൾഡ് ഏജ് ആകുമ്പോൾ ഡീജനറേറ്റ് ചെയ്യും. അത് കാരണമാണ് ഈ ഓൾഡ് ഏജ് ആകുമ്പോൾ ഇവർക്ക് ഈ ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് ദാറ്റ് ഇസ് പ്രസ്ബയോക്കൂസിസ് വരുന്നത്. ഈ ടൈനി ഹെയർ സെൽസ് വെച്ചിട്ടാണ് നമുക്ക് ഹൈ പിച്ച്ഡ് സൗണ്ട്സ് കേൾക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വിസിൽ അടിക്കുന്നത്, അല്ലെങ്കിൽ പ്രഷർ കുക്കറിന്റെ സൗണ്ട്, അല്ലെങ്കിൽ കിളികളുടെ സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇത് ഈ ഹെയർ സെൽസ് വെച്ചിട്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ പ്രായമുള്ള ആൾക്കാർക്ക് ഒരു ക്വയറ്റ് സറൗണ്ടിങ്സിലാകുമ്പോൾ അവർക്ക് നന്നായിട്ട് ചിലപ്പോൾ കേൾക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒരു ക്രൗഡഡ് ഏരിയ അല്ലെങ്കിൽ ഒരു ടി വിയുടെ പ്രസൻസിൽ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അത്ര ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റത്തില്ല. ഈ അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് ഒരു ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുക. ആൻഡ് അത് ഡയഗ്നോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ഹിയറിംഗ് എയ്ഡ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ചെവിയുടെ മൂളിച്ച കുറയ്ക്കണമെങ്കിൽ പുക വലിക്കുന്ന ആൾക്കാരാണെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് സ്മോക്കിംഗ്. ആൻഡ് കോഫി കുടിക്കുന്ന ഇതാണെങ്കിൽ അത് കുറയ്ക്കുന്നതായിരിക്കും ഇത്തിരി നല്ലത്. പിന്നെ 50 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ റെഗുലർ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ദാറ്റ് പ്രസ്ബയോക്കൂസിസ് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് ഏർലി ആയിട്ട് തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ടിൽ ദെൻ സ്റ്റേ സ്മാർട്ട് ആൻഡ് സ്റ്റേ ഹെൽത്തി. താങ്ക് യു.